ഹായ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിച്ചു. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്ത് പഠിക്കാം. നോക്കൂ, ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31st, 2021 of MKB Sports Club, prepare income and expenditure account for the same. അതില് റെസീറ്റ് സൈഡ് നോക്കൂ, ബാലൻസ് ക്യാരി ഡൗൺ, അതായത് ബാങ്ക് ബാലൻസ് 25,000, സബ്സ്ക്രിപ്ഷൻസ് 2020 1,500, 2021 10,000, 2022 500, ടോട്ടൽ 12,000. Donation 2,000, hall rent 300, interest on bank deposits 450, entrance fee 1,000. Then payment side, purchase of furniture 1/7/2020 വാങ്ങിച്ചത് 5,000, salaries 2,000, telephone expenses 300, electricity charges 600, postage and stationery 150, purchase of books 2,500, entertainment expenses 900, purchase of 5% government papers എന്ന് വെച്ചാൽ ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങിച്ചത്. അത് 1st October 2020 വാങ്ങിച്ചത് 8,000. miscellaneous expenses 600, balance carry down, cash 300, bank 20,400. ഇതാണ് നമ്മുടെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ഇനി അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. നോക്കൂ, ദ ഫോളോയിങ് അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ഫസ്റ്റ് വൺ, സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹1,500. സെക്കൻഡ്, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹500. തേർഡ് അഡ്ജസ്റ്റ്മെന്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ 150, subscription accrued 400. Then fifth adjustment, 50% of entrance fees is to be capitalized. Then last adjustment, furniture is to be depreciated at 10% per annum. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റുകളിൽ നിന്നും നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇൻകം സൈഡ് തന്നെ നോക്കാം. ഇൻകം സൈഡിലേക്കുള്ള ഐറ്റംസ് ഒക്കെ തന്നെ നമ്മുടെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസീറ്റ് സൈഡിൽ നിന്നാണ് ലഭിക്കുക. അതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഫസ്റ്റ് ഐറ്റം എന്താണ്? ബാലൻസ് ക്യാരി ഡൗൺ. ബാങ്ക് ബാലൻസ് ആണ് 25,000. അത് എടുക്കില്ല. അപ്പൊ നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നില്ല. രണ്ടാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ ആണ്. 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ ആ വർഷത്തെ മാത്രമുള്ള സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചത് 10,000 രൂപയാണ്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ അക്രൂവ്ഡ് ₹400 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തേക്ക് ബാധകമായ ഒരു 400 രൂപ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ലഭിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം സബ്സ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ 10,000 പ്ലസ് 400, 10,400. ഓക്കെ, ഇനി അടുത്ത ഐറ്റം ഡൊണേഷൻ ആണ്. ഡൊണേഷൻ നമ്മൾ അതേപോലെ എടുക്കാവുന്നതേ ഉള്ളൂ, അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ല. അടുത്തത് ഹാൾ റെന്റ് ആണ്. അതും ഇതേപോലെ റവന്യൂ റെസീറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ എടുക്കുന്നു, അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ല. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്സ് 450. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് റവന്യൂ റെസീറ്റ്സ് ആണ്. അതേസമയം അഡ്ജസ്റ്റ്മെന്റിൽ ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ 150.
150 രൂപ കൂടെ ഈ വർഷത്തേക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് 450 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ടോട്ടൽ 600. അടുത്ത ഐറ്റം എൻട്രൻസ് ഫീ ആണ് 1000. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ നോക്കൂ, എൻട്രൻസ് ഫീയില് 50% എൻട്രൻസ് ഫീ ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് ഫീയുടെ 50% ക്യാപിറ്റൽ നേച്ചറായി മാറുന്നു. അപ്പോൾ റവന്യൂ നേച്ചർ ആയിട്ടുള്ളത് അതിന്റെ പകുതി 500 രൂപയായിട്ട് മാറും. അതുകൊണ്ട് നമുക്കത് ഇൻകം സൈഡിൽ ഹാഫ് ഓഫ് എൻട്രൻസ് ഫീ നമ്മൾ എടുക്കുന്നു. അത് 500 ആണ്. ഓക്കെ, അപ്പൊ ഇത്ര ഐറ്റം ആണ് റെസീപ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ ഇൻകം സൈഡിൽ ഏകദേശം ഐറ്റം കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് പേയ്മെന്റ് സൈഡിൽ പർച്ചേസ് ഓഫ് 5% ഗവൺമെന്റ് പേപ്പേഴ്സ് ഓൺ 1/10/2020 2020 10ാം മാസം ഒരു ഗവൺമെന്റ് പേപ്പേഴ്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ 10ാം മാസം ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായും അത് 10ാം മാസം തൊട്ട്, അതായത് 10, 11, 12, 1, 2, 3, അതായത് 6 മാസത്തേക്കുള്ള പലിശ 5% നിരക്കിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൂടെ കാണിക്കണം. അപ്പോൾ പർച്ചേസ് ഓഫ് 5% ഗവൺമെന്റ് പേപ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻകം സൈഡിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അത് കാണിക്കുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 200 കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായത് 8000 ഇൻറ്റു 5% ഇൻറ്റു 6/12 അത് 200 ആണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇൻകം സൈഡിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് പോകാം. എക്സ്പെൻഡിച്ചർ സൈഡിലെ ആദ്യത്തെ ഐറ്റം, അതായത് റെസീസ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിലെ ഫസ്റ്റ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ ആണ്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ അത് ക്യാപിറ്റൽ ഐറ്റം ആണ്, അപ്പൊ അത് വരില്ല. പിന്നെ രണ്ടാമത്തെ ഐറ്റം സാലറീസ് ആണ്. അപ്പൊ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കണം. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് 1500 രൂപ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതുകൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ സാലറി 3500 രൂപ വരും. അടുത്തത് ടെലിഫോൺ എക്സ്പെൻസസ് ആണ്. അതിലെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് നമ്മൾ എടുത്തു. അടുത്ത ഐറ്റം ഇലക്ട്രിസിറ്റി ചാർജസ് ആണ്. അതും അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കൊണ്ടുവരുന്നു. പിന്നെ അടുത്തത് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി ആണ്. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ല, 150 അതെടുത്തു. പിന്നെ പർച്ചേസ് ഓഫ് ബുക്സ് ആണ് 2500. അത് ക്യാപിറ്റൽ ഐറ്റം ആണ്, അത് നമ്മൾ ഇവിടെ എടുക്കുകയില്ല. പിന്നെ അടുത്തത് എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് ആണ്. അവിടെ എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് എടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് എത്രയാണ്. എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ₹500. അപ്പൊ രണ്ടും കൂടെ ചേർത്തിട്ട് 1400 അതെടുത്തു. പിന്നെ എന്താണ് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് പേപ്പേഴ്സ്, അത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്, അത് ക്യാപിറ്റൽ നേച്ചർ ആണ്, അത് എടുക്കുകയില്ല. മിസ്ലേനിയസ് എക്സ്പെൻസസ് ₹600. കുട്ടികളുടെ മിസ്ലേനിയസ് മാത്രമേ വന്നിട്ടുള്ളൂ, മിസ്ലേനിയസ് എക്സ്പെൻസസ് എന്ന് വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞതോടുകൂടി റെസീസ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലുള്ള ഐറ്റംസ് തീർന്നു. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ ചേർക്കേണ്ടതുണ്ട്. അത് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. നോക്കൂ, അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഫർണിച്ചർ ഈസ് ടു ബി ഡിപ്രീഷിയേറ്റഡ് അറ്റ് 10% പെർ ആനം. 10% വെച്ച് ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ കാണിക്കണം. അപ്പൊ ഫർണിച്ചർ എന്നാണ് വാങ്ങിച്ചത് നമുക്കറിയാം. റെസീസ് ആൻഡ് പേയ്മെന്റ് സൈഡില് ഫർണിച്ചർ വാങ്ങിച്ചത് 1/7/2020 അപ്പൊ 7 വാങ്ങിച്ചു കഴിഞ്ഞാൽ മാർച്ച്
31/2021 വരെ എത്ര മാസം ഉണ്ടാവും? 9 മാസം. അപ്പോൾ ഈ 9 മാസത്തിന് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുക? 5000 ഇൻറ്റു 10/100 ഇൻറ്റു 9/12. അത് എന്ന് പറയുന്നത് 375 രൂപയാണ്. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ടോട്ടല് പരിശോധിക്കാം. ഇവിടെ ഇൻകം സൈഡാണ് കൂടുതലുള്ളത്. ഇൻകം സൈഡ് ടോട്ടൽ 14,000 രൂപ വരുന്നുണ്ട്. ഇനി ഈ ഇൻകം സൈഡ് ടോട്ടലിൽ നിന്ന് എക്സ്പെൻഡിച്ചർ സൈഡ് ടോട്ടല് കുറയ്ക്കുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 7,075 രൂപയാണ്. ആ 7,075 രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവും ആവുമ്പോൾ, അതായത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സർപ്ലസ് ആണ്. ആ സർപ്ലസ് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സർപ്ലസ് എന്ന് പറയുന്നത് 7,075 രൂപയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ.